السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്റ്റേജിലുള്ള SKSM കുദ്രോലിപ്പള്ളിയിലെ പദാധികാരിമാർ, ഇവിടെ കൂടിയിട്ടുള്ള പരിസരത്തെ സത്യവിശ്വാസിനിമാർ, ഈ രായത്തിലുള്ള ഈ ശബ്ദ കേട്ടുകൊണ്ടുള്ള രണ്ട് പരിസരത്തെ ഹിരിയായങ്ങളെ സഹോദര സഹോദരിമാർ, സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് രായത്തെ നാനാഭാഗത്തിൽ തൗഹീദരും സുന്നത്തരും അള്ളാഹുടെ ഏകത്വത്തെ വിഷയത്തും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തര വിഷയത്ത് പ്രചാരാക്കിയിട്ടുള്ള ഒരു സന്ദർഭത്തിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഈ കുദ്രോലി ചൊല്ലെ ഈ ഒരു പ്രദേശത്തിൽ അള്ളാഹുടെ ഏകത്വത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാർഗത്തെ പ്രചാരാക്കുന്ന പോലത്തെ ഒരു ಕಾರ್ಯಕ್ರಮ എത്തിക്കുന്നു. ഈ ಕಾರ್ಯಕ್ರಮ ആരമ ദൂരോಗ ആരമ പരയോഗ ആരമ മനസ്സിലുമ്പലാക്കുള്ളതല്ല. ബദലായിട്ട് സലഫീങ്ങളെ സംബന്ധിച്ചിട്ട് ചില തപ്പുധാരണകൾ എൻ്റെ സമൂഹത്തിലുണ്ട്. സലഫീങ്ങ ചൊന്നിട്ടെങ്കിൽ അങ്ങ് നൂതനവാദിങ്ങ അങ്ക് ഖബർ സിയാറത്തില്ല, അങ്ക് ദിക്റില്ല, ദുആ ഇല്ല, ഇങ്ങനെയുള്ള 100 കൂട്ടത്തെ ആരോപണമായിട്ടിക്കറ് സലഫീങ്ങളെ മേലുള്ളത്. വാസ്തവത്തിൽ എന്തരൈറ്റിക്കറ് സലഫീങ്ങ ഈ സമുദായത്തൊട്ടിക്ക് ചൊന്നോണ്ടുള്ളത് അത് ചെമ്മത്താൾമാർ കേൾക്കില്ല, കേട്ടിട്ട് പഠിക്കറുമില്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് തൻ്റെ പിരിസത്തി റായത്തെ ഹിരിയായങ്ങൾട്ടും സഹോദര സഹോദരിമാട്ടിക്കും ചൊല്ലുള്ളത് എന്തരൈറ്റിക്കറ് ഇവിടെ ചൊല്ലത് ചൊന്ത കാതോർത്ത് കേൾക്കോർ. നിങ്ങൾക്കത് ഹക്കുണ്ട് മനസ്സിലായെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കതൊക്കെ സ്വീകരിക്കാണ്ടിക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധമില്ല. ഏത് പേനെ ഞങ്ങൾക്ക് കൂടെ സ്വീകരിച്ചിട്ട് ജീവിക്കാം. എന്തെങ്കിലും നാളെ പരലോകത്തിൽ അള്ളാഹുടെ കോർട്ടിലും ആഖിറത്തിൽ എന്തരട്ടിക്കൽ അള്ളാഹു റസൂൽ പഠിപ്പാട്ടുന്നത് അതിനനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ അവിടെ രക്ഷ കിട്ടേ.
അതുകൊണ്ട് ഖുർആൻ ചൊന്നേ അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുന്നത് അല്ലദീന യസ്തമിഊനൽ ഖൗല, പലക്കത്തെ ശ്രദ്ധിച്ച് കേൾക്കും, ഫയത്തബിഊന അഹ്സന, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുക. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അങ്ങൈത്തിക്കുറോ സന്മാർഗ കിട്ടിയങ്ങ. ആറ് സന്മാർഗത്തിലായങ്ങ നല്ല പോലെ കേൾക്കും, ആ കേട്ടതിൽ എന്ത് നല്ലതുണ്ടോ അതിൽ ജീവിതത്തിൽ എടുക്കും, അതിൽ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോണ്ടതും അങ്ങൈത്തിക്കുറു ഹിദായത്തിലായങ്ങ. വഉലൈക ഹും ഉലുൽ അൽബാബ്, അങ്ങൈത്തിക്കുറു ബുദ്ധിയുള്ള ആൾമാർ ചൊന്ത ഖുർആൻ പഠിപ്പാർത്താൻ. അപ്പൊ ബുദ്ധിയുള്ള ആൾമാരെ ഒരു ലക്ഷണത്തിൽ അല്ലാഹു പഠിപ്പാർത്തന്റെ അങ്ങ് ഏതോ ഒരു വിഷയത്തെ കാതോർത്തിട്ട് കേൾക്കണോ, ഇത് കേൾക്കണ്ട അത് കേൾക്കണ്ടല്ല അങ്ങ് ചൊല്ലിയത്. ബദലായിട്ട് എന്തിനു ചൊല്ലുമ്പോ അങ്ങ് കാതോർത്ത് കേൾക്കണോ. എന്നിട്ട് ഫയത്തബിഊന അഹ്സന, അതിൽ ഏറ്റവും അഹ്സനായ കാര്യത്തെ അങ്ങ് പിൻപറ്റും. അങ്ങ് ഹിദായത്തിലായങ്ങ അങ്ങ് ബുദ്ധിയുള്ള ആൾമാർ ചൊന്ത് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാർത്തണ്ട്. അപ്പൊ ഇവിടെ ഈ സന്ദർഭത്തിൽ നക്ക് ചൊല്ലുള്ളത് എല്ലാ നബിമാരും റസൂലുമാരും അങ്ങനെ സമുദായത്തിൽ അങ്ങ് നിയോഗാക്കും. അല്ലാഹു അങ്ങനെ റസൂലായിട്ട് തിരഞ്ഞെടുക്കുമ്പോ അങ്ങനെ റായത്തില് പല നംതുല്ലെ ബെടുക്കത്തറ അങ്ക് കാണോ കിട്ടും. ഉദാഹരണക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂൽക്ക് 40 വർഷം നുബുവത്ത് കിട്ടു. ആ നുബുവത്ത് കിട്ടിയ സന്ദർഭത്തിൽ ആ മക്കത്തിലുള്ള ആൾമാർ വ്യഭിചാരത്തിലും കല്ലുകുടിയിലും ഒരാളുടെ ആക്രമിച്ചോണ്ടും ഒരാളുടെ സമ്പത്ത് കട്ടോണ്ടും ഇങ്ങനെ എന്തൊക്കെ ബെടുക്ക് തറവുണ്ട അതൊക്കെ അതിലെല്ലാം മുലിങ്ങിട്ടിന്നെ ഒരു കൗമായി തിന്ത് ജാഹിലിയ കാലഘട്ടം ചൊല്ല. നന്മ ചൊല്ലത് ഒന്നും അവിടെ കാണുകില്ല. പെണ്ണ് ചൊല്ലത് അത് വ്യഭിചാരത്തിക്ക് മാത്രം ഉള്ളത് ചൊന്തു. അതേപോലെ കല്ല് ചൊല്ലത് ഞങ്ങ മറിച്ചെങ്കും ഞങ്ങളെ കബുറിന്റെ മേല് ദ്രാക്ഷയുടെ ബല്ലി നടുറു ചൊന്തുന്നെ ഒന്ന് കൗമു. ഡാർക്ക് ഏജ് ചൊന്ത് അറിയൽപ്പെട്ട ഒരു കൗമു. എല്ലാം നംതുല്ലെ ബെടുക്ക് തരം അറിഞ്ഞിട്ടുള്ള ഒരു കൗമു. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര മാത്രം ബെടുക്ക് തരം അറിഞ്ഞിട്ടുള്ളേ ആ കൗമുടെ മുന്നോൽ വന്ന് ആ തന്റെ മക്കത്തെ റായത്തങ്ങളെ മുന്നോൽ വന്ന് ഒന്നാമതായിട്ട് ചൊന്ന പലക്കൈത്തിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നങ്ക് പഠിപ്പാടുത്തുണ്ട്. അഫ്ലലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാനും നന്റെ കാട്ടി മുന്നോലത്തെ റസൂൽമാർ കഴിഞ്ഞു പോയിടോ. അങ്ങ് ചൊന്നതിൽ ഏറ്റവും അഫ്ലലായത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐത്തിക്കർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ആരാധനക്ക് അർഹനായോണു ഇലാഹായോണു അല്ലാഹു മാത്രമേ എത്തിക്കൂ. നിങ്ങളെ എല്ലാ ഇബാദത്തും ആ അല്ലാഹുക്ക് നിങ്ങൾ സമർപ്പിക്കോ ചൊന്തേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്. നോക്കൂ, അവിടെ എല്ലാ നംതുല്ല ബെടുക്കുത്തരമുണ്ട്. അതൊക്കെ വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ചൊന്ന പലക്കൈത്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ഇതിലൂടെ ഞങ്ങൾക്ക് ഗൊന്താവിടും ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആ മനുഷ്യന്റെ ഖൽബുകു അള്ളാഹുടെ ഏകത്വത്തെ വിഷയത്തിലും അള്ളാഹു ആറ് ചൊന്തം കൃത്യമായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ ബെടുക്കത്തറവന്റെ ജീവിതത്തിൽ അവന് ബുടകു സാധ്യതയുള്ള വിഷയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് പോയിട്ട് അങ്ങനെ തന്നെ നീ വ്യഭിചരിക്കണ്ട, നീ കള്ളു കുടിക്കണ്ട,
നീന് കക്കണ്ട, നീന് ആക്രമിക്കണ്ട അല്ല നബി ചൊന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഒന്നാമത്തെ പലക്കങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ചൊന്നെങ്കിൽ ഇല്ല, ഇലാഹ ആരാധിക്കൽപ്പെടും, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാണ്ട്. അപ്പൊ അല്ലാഹു അല്ലാണ്ട് ഇലാഹില്ല. ഇലാഹ് ചൊന്നെങ്കിൽ എന്തെത്തിക്കരുത്. ചുരുക്കത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണ്ടെങ്കിൽ ഞങ്ങൾ ഇബാദത്ത് ഞങ്ങൾ ആർക്ക് സമർപ്പിക്കണ അവനൈത്തിക്ക് ഞങ്ങൾ ഇലാഹ്. ഉദാഹരണക്ക് ഞങ്ങൾ നിസ്കരിക്കുക. ഇപ്പൊ മഗ്രിബ് ഞങ്ങൾ എല്ലാവരും നിസ്കരിച്ച, എല്ലാ മുസ്ലിമീങ്ങ നിസ്കരിച്ചോളൂ. ആർക്ക് എത്തിക്കറി ഈ ഇബാദത്ത് ഞങ്ങൾ സമർപ്പിച്ചേ? ഞങ്ങളെ റബ്ബു അള്ളാഹു എത്തിക്കരുത്. ആ അള്ളാഹു ഞങ്ങൾ ഇലാഹായത് കൊണ്ട് എത്തിക്കരുത്. ഞങ്ങൾ ആ റബ്ബു ഞങ്ങൾ ഇബാദത്ത് സമർപ്പിച്ചേ. അതേപോലെ ഞങ്ങൾ നോമ്പും, അതേപോലെ ഹജ്ജും, അതേപോലെ എന്തൊക്കെ ഇബാദത്തുകൾ ഉണ്ട് അതൊക്കെ ഇലാഹായ അള്ളാഹു മാത്രം എത്തിക്കരുത്. എന്നെങ്കിലും അതേ നേരത്തേക്ക് ഞങ്ങളെ ദുആ, ഞങ്ങളെ പ്രാർത്ഥന, ഞങ്ങളെ സഹായത്തേട്ട ഇസ്തിഗാസ അതും അള്ളാഹു മാത്രം എത്തിക്കണം. അതായിട്ട് 5 വക്ത നിസ്കാരത്തില് ഞങ്ങൾ അള്ളാഹുട്ടിക്ക് കൈ കെട്ടിട്ട് സൂറ ഫാത്തിഹ ചൊല്ലി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹു നിന്റെ മാത്രം ഞങ്ങൾ ആരാധിക്കണം, നിന്നൊട്ടെ മാത്രം ഞങ്ങൾ സഹായിക്കറ ചൊല്ലതൈത്തിക്കരുത്. അപ്പ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഇലാഹൈത്തിക്കറ. അപ്പൊ എല്ലാ ഇബാദത്തും ആരാധനയും അവനു കൈത്തിക്കരുത്. അതേപോലെ ഞങ്ങൾ ദുആവും പ്രാർത്ഥനയും ആ അള്ളാഹു മാത്രം എത്തിക്കണം. നോക്കൊരു വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാ റസൂൽമാരെ ചരിത്രങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണ്ട, എത്രമാ ആയത്തിലൂടെ ആ റസൂൽമാരെ ദുആത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണ്ട. സൂറത്ത് അംബിയാത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നബിമാരെ പ്രാർത്ഥനകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണ്ട. അങ്ങനെ ജീവിതത്തിൽ അങ്ങ് കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ അങ്ങ് അള്ളാഹുട്ടിക്ക് പ്രാർത്ഥിച്ച ദുആത്തെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വെളിപ്പെടുത്തണ്ട. സൂറത്ത് അംബിയ 83, 84 ആയത്ത്. ഈ ആയത്തില് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ അല്ലാഹു ഞങ്ങൾക്ക് വെളിപ്പെടുത്തണ്ട. ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബുട്ടിക്ക് പ്രാർത്ഥിക്കുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടത് നല്ല ഒരു കച്ചവടത്തിന്റെ, നല്ലൊരു സമ്പത്തിന്റെ വ്യക്തിത്വമായി തിന്ത്, ധാരാളം മക്കയിന്ന ഒരാളായി തിന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷ കൊടുത്ത, ടെസ്റ്റ് കൊടുക്കുക. എങ്ങനത്തെ ടെസ്റ്റ് എത്തിക്കരുത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ കച്ചവടത്തെ നാശത്തിലാക്കിയ, അതിലെ കച്ചവടമെല്ലാം നാശമായിട്ട് പോയിട്ട് സമ്പത്തെല്ലാം നഷ്ടത്തിലായിട്ട്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയൽകിന്ന സന്താനത്തെ അല്ലാഹു ഒന്നൊന്നായിട്ട് തിരിച്ചേർത്ത, അതിലെ മക്കളെ മരിപ്പാട്ടിയ. നോക്കൊരു എങ്ങനത്തെ വലിയ പരീക്ഷണ എത്തിക്കറ് നബിമാർ അനുഭവിച്ചത്. ഈ സന്ദർഭത്തില് രണ്ടിട്ടും എന്റെ സഹോദരന്മാരുടെ ചൊല്ലുകൊള്ള വിഷയമുണ്ട്. അള്ളാഹു യാരെ പരീക്ഷാക്കടെ, ആര് അള്ളാഹുടെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരാ അങ്ങനെ എത്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കൽപ്പെട്ടിട്ടില്ലേ, നബിയെ മനുഷ്യന്മാരുടെ കൂട്ടത്തില് അള്ളാഹു ആരെ എത്തിക്കർ പരീക്ഷാക്കടെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ചൊന്നത് അൽ അംബിയ, പ്രവാചകന്മാരെ എത്തിക്കർ, നബിമാരെ എത്തിക്കർ. അള്ളാഹു യാരെ പരീക്ഷാക്കരെ? പിന്നാരെ നബിയെ പരീക്ഷാക്കരെ? സ്വാലിഹീങ്ങ ചൊന്നുണ്ടെങ്കിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുസരിച്ചിട്ട് ജീവിക്കുന്ന, ദീനിൽ അടിവച്ച് ജീവിക്കണങ്ങളെ അള്ളാഹു പരീക്ഷാക്കുന്ന ചൊന്തയിട്ടിക്കര് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അയ്യൂബ് നബി അള്ളാഹു പരീക്ഷാക്കിയ, അങ്ങനെ ഓരോരോ മക്കൾ അള്ളാഹു മരിപ്പാട്ടിട്ടെടുത്ത. എന്നിട്ട് അവസാനം അയാളുടെ ശരീരത്തിൽ അള്ളാഹു രോഗത്തെ കൊടുത്ത, സീക്കിനെ കൊടുത്ത. ആ സീക്ക് വന്ന സന്ദർഭത്തില് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബുട്ടിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പാടുത്തുണ്ട്.
വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർർ വഅൻത അർഹമർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബൊട്ടിಗೆ ആ അല്ലാഹുട്ടിಗೆ തേടിയ ഒരു സന്ദർഭത്തെ നിങ്ങൾ സ്മരിക്കോറു. ഇത് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർർ. അല്ലാഹുവേ നക്ക് ദുർർ വന്നത്, നക്ക് പ്രയാസം ഉണ്ട് അല്ലാഹുവേ, നക്ക് സീക്ക് വന്നത് അല്ലാഹുവേ. വഅൻത അർഹമർ റഹീമീൻ. അല്ലാഹുവേ കരുണ കാട്ടുறதுல ഏറ്റവും വലിയ കരുണ കാട്ടുறവനായിട്ടിരിക്കുന്ന നീ അല്ലാഹുവേ. ആര് പ്രാർത്ഥിക്കരേ? അയ്യൂബ് നബി. ആരൈത്തിക്കരി അയ്യൂബ് നബിക്ക് പ്രയാസം കൊടുത്തവൻ, ഇത്ര മാത്രം ബുദ്ധിമുട്ട് പ്രയാസം കൊടുത്തവನು അല്ലാഹു ಐತಿಕ್ರ. അയാൾക്ക് പരീക്ഷ അല്ലാഹു കൊടുത്ത എന്നെങ്കിലും ആ കൊടുത്ത പരീക്ഷയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുകയോ ആർക്കൈത്തിക്ര സാധിക്കരുത്. ദൈത്തിക്ര സമുദായത്തിൽ സലഫി പ്രസ്ഥാനം ചൊന്നിട്ടില്ലേ, അയ്യൂബ് നബിക്ക് വന്ന ബുദ്ധിമുട്ട് പ്രയാസത്തെ അതിനെ ഇല്ലാണ്ടാക്കുക ആർക്കൈത്തിക്ര സാധിക്കരുത്? ആ അല്ലാഹു മാത്രമേ. അതുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുട്ടിക്ക് ദുആ ചെയ്തു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുട്ടിക്ക് ദുആ ചെയ്തു. ಎಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನ ವ ತಆಲಾ ಚೊಲ್ಲ ಉತ್ತರ ಫಸ್ತಜಬ್ನಾ ಲಹು. ನಂಗ ಅಯ್ಯೂಬ್ ನಬಿ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಂಗೆ ಉತ್ತರತೆ ಕೊಡ್ತ, ಅಯ್ಯಲ್ಲ ಪ್ರಾರ್ಥನೆ ನಂಗ ಕೇಟ, ಅಯ್ಯಲ್ಲ ನಂಗೆ ಉತ್ತರ ಕೊಡ್ತ, ಅಯ್ಯಲ್ಲ ಕುಟುಂಬത്തെ ನಂಗೆ ತಿರ್ಚಿ ಕೊಡ್ತ, ಅದರ ಅಪರಂ ನಂಗೆ ತಿರ್ಚಿ ಕೊಡ್ತಂಡೆ ಇಟ್ಟಿಗೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನ ವ ತಆಲಾ ಪಡಿಪಾಡ್ತಂಡೆ. ಕಾರಣ ಅಲ್ಲಾಹು ವಹುವ ಅಲಾ ಕುಲ್ಲಿ ಶೈಇನ್ ഖദീർ. അല്ലാഹു എല്ലാത്തിനും സാമർത്ഥ്യമുള്ളവനായിട്ടിരിക്കറ, എല്ലാത്തിനും കുദ്റത്തുള്ളവനായിട്ടിരിക്കറ അല്ലാഹു. അപ്പൊ അയ്യൂബ് നബിക്ക് പരീക്ഷണ കൊടുത്തത് അല്ലാഹു ಐತಿക്കറ. ആ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക അല്ലാഹുക്ക് മാത്രമേ സാധിക്കരേ. ഇതൈത്തിക്കറ സലഫി പ്രസ്ഥാന സമുദായത്തെ ചൊന്നിട്ടുള്ളത്. എന്തു ജീവിതത്തിൽ പ്രയാസ ബുദ്ധിമുട്ട് വരുമ്പോ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുക സാധിക്കറ അല്ലാഹുക്ക് മാത്രമേ ಐತಿക്കറേ. വേറെ ഒരു പഠിപ്പും സാധിക്കില്ല. ഇത് അയ്യൂബ് നബിയുടെ ചരിത്രമല്ല, നെക്സ്റ്റ് ഒരു റസൂൽ നബിയുടെ ചരിത്രം ಐತಿക്കറ്. അതേ സൂറത്ത് അംബിയാത്തിൽ അല്ലാഹു സുബ്ഹാന തആല മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പാട്ടണ്ട. ആയത്ത് നമ്പർ സൂറത്ത് അംബിയാത്തിൽ 87-ാമത്തെ ആയത്ത് ಐತಿക്കറ്, 88-ാമത്തെ ആയത്ത് ಐತಿക്കറ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ ചൊല്ലിന്റെ പ്രദേശത്തേക്ക് അല്ലാഹു റസൂലായിട്ട് നിയോഗാക്കിയ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നു കൊടുത്തു. അള്ളാഹുടെ വിഷയത്തെ റായത്ത് എനിക്ക് ചൊന്നു കൊടുത്തു. അങ്ങ് കേട്ടില്ല റായത്തെ ആൾമാർ, അങ്ങ് അതിനെ തിരസ്കാരായിക്കോറും. അങ്ങനെ ബേജാറില് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റായ വിടുക തീരുമാനിക്കരുത്. നീനവ ചൊല്ല പ്രദേശത്തിൽ നിന്ന് വേറെ റായത്ത് കടന്നു പോകണ തീരുമാനിക്കരുത്. അങ്ങനെ വേറെ റായത്ത് പോകണ്ടെങ്കിൽ ഒരു കപ്പോലും ആ കപ്പോൽ കയ്യിൽ പോകണം കടന്ന് പത്തോണു. അങ്ങനെ കപ്പോലിൽ യാത്ര ആക്കിയിട്ട് തന്നില് കടലിൽ ഇങ്ങനെ യാത്ര ആക്കുമ്പോ നല്ല രൂപത്തിലെ കാത്ത് ബന്നടിച്ചിട്ടാകുമ്പോ ആ കപ്പലിലെ കപ്പിത്താൻ ചൊന്തു ഇതിൽ ആരെങ്കിലും ഒരാൾ തുല്ലിട്ട് വേണു ഈ കപ്പോൽ മുന്നോട്ട് പോണ്ടെങ്കിൽ. അങ്ങനെ അവിടെ ചീറ്റിട്ടോറും. ചീറ്റിട്ട് പേര് നോക്കുമ്പോ പേര് പണ്ടത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്തിക്കുന്നു. അങ്ങനെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പലിൽ നിന്ന് തന്നിക്ക് തുല്ലിടും. തുല്യ സന്ദർഭത്തില് അല്ലാഹു സുബ്ഹാന തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുൻകൂടെ വലിയൊരു മീനൈത്തിക്കറ്, വലിയൊരു മീനൈത്തിക്കറ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുൻകൂടെ. ആ മീൻ മുള്ളിങ്ങിത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മീനിന്റെ വൈത്ര ഉൾഗമൈത്തിക്കറ്. എന്നിട്ട് യൂനുസ് നബിയുടെ ദുആ ಐತಿക്കറ് ഖുർആൻ പഠിപ്പാട്ടന്റെ ഫനാദാ ഫി ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എവിടെ ഇട്ടിക്കറി യൂനുസ് നബി ദുആർക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫനാദാ ഫി ദുലുമാതി അന്ധകാരത്തെ ഉൾഗൈത്തിക്കറി യൂനുസ് നബി പ്രാർത്ഥിക്കറ്. എവിടെ ഇട്ടിക്കറ അന്ധകാര മീന്റെ ബൈത്ര ഉൾഗൈത്തിക്കറ്. മീന് ആ കടലിക്കറ്, കടലെ വലിയൊരു അന്ധകാര ಐತಿക്കറ്. എന്നെങ്കിലും ആ മീന്റെ ബൈത്ര ഉൾഗൈത്തിക്കറ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കറ്. എന്താ ഇട്ടിക്കറ്? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ നീനല്ലാണ്ട് ഇലാഹ ഇല്ല അല്ലാഹുവേ, നീനല്ലാണ്ട് ആരാധ്യനില്ല അല്ലാഹുവേ. സുബ്ഹാനക നീ പരിശുദ്ധനായിട്ടിരിക്കറ അല്ലാഹുവേ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി അല്ലാഹുവേ. ആര് ദുആർക്കറേ?
യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ ഇട്ടിക്കർ ദ്വാരക്കടെ ഭൂമിയുടെ മേലും അല്ല ഒരു മീന്റെ ബൈത്ത ഉൾഗൈത്തിക്കര് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഫനാദ ഫി ദുലുമാത്ത് അന്ധകാരത്തില് ചിമ്മലൈത്തിക്കര് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കര് ಎಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನ ತആല ചൊല്ലേ ഫസ്തജബ്നാ ലഹു നങ്ങ ഉത്തര കൊടുത്ത ഇല്ല ദുആത്തിന് നോക്കൂ നങ്ങ ഉത്തര കൊടുത്ത ഇല്ല പ്രാർത്ഥന നങ്ങ കേട്ട കാരണ എത്ര വലിയ മനുഷ്യനാവട്ടെ എത്ര വലിയ മഹാനാവട്ടെ അവന്റെ കേൾവിക്ക് ഒരു പരിധി ഉണ്ട് അവന്റെ നോട്ടത്തിന് ഒരു പരിധി ഉണ്ട് എന്നെങ്കിൽ അല്ലാഹു അങ്ങനല്ല അല്ലാഹു സമീഅയ്തിക്കറ അല്ലാഹു ബസീറയ്തിക്കറ എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവനായിട്ടിക്കറ അല്ലാഹു ആ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ആ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം അതുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വേറെ ഏതെങ്കിലും ഒരു മധ്യവർത്തിനെ ബൈക്കാണ്ട് വേറെ ഏതെങ്കിലും അല്ലാഹു മുട്ടവുള്ള വേറെ ഏതെങ്കിലും ഒരു മഹാന്റെ ബൈക്കാണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡയറക്റ്റ് ആയിട്ട് അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിട്ടിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയാത്തില് 87-88 ആയത്തിൽ നമുക്ക് വഴിപാടുണ്ട് തീന്നില്ല ഇന്നൊരു നബി ഉണ്ട് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ സൂറത്ത് അംബിയാത്തില് 89 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ നമുക്ക് വഴിപാട്ടുണ്ട് വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് വയസ്സായിട്ട് മക്കയില്ല ഇന്നൊരു മോത്ത് ഖുർആനിലെ ദുആ പഠിപ്പട്ട അല്ലാഹുവേ തന്റെ തലയുടെ മുടി പോലും എന്തായിട്ട് ബെൽപടിച്ച് പോയിട്ട് അത്ര പൈസയിട്ട് അയാളുടെ പെഞ്ഞായി പെരറയുമല്ല എന്നിട്ടും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബുടെ വിളിച്ച സന്ദർഭ നന്റെ റബ്ബേ നന്റെ ഏകാംഗിയായിട്ട് നീ വിട്ടുപെടണ്ട വാരിസുദാരുടെ പൈക്കില് നീ ഖൈറായവനായിട്ടിക്കര് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ നങ്ങ അയൽക്ക് ഉത്തര കൊടുത്ത എങ്ങനത്തെ ഉത്തര യഹ്യ ചൊല്ലേ കിടാവുടെ അയൽക്ക് കൊടുത്ത സക്കരിയ നബിയുടെ മോനൈത്തിക്കര് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ ഈ 3 ചരിത്ര സഹോദരന്മാരെ നിങ്ങളെ മുന്നിൽ വെച്ച ഇതേ രൂപത്തിലെ പ്രയാസം നങ്ങും അനുഭവിക്കില്ലേ ഉദാഹരണക്ക് ഒരു വിവാഹത്ത് മക്കളില്ല 10 വർഷമായിട്ട് മങ്ങിലായിട്ട് മക്കയില്ല ആരൈത്തിക്കർ ഞങ്ങൾക്ക് മക്കളെ തണ്ടാവും മുസ്ലിമീങ്ങളെ അതൊക്കെ നച്ചത് നല്ല പോലെ കേൾക്കണം ഇതാരമ ദൂരോഗ പരയോഗ ഉള്ളതല്ല ചില യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കണം ആരിട്ട് കേട്ടിക്കൽ സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സന്താനത്തിന് വേണ്ടിയിട്ട് ആട്ടി കേട്ടിക്കൽ പ്രാർത്ഥിച്ചേ ആരായിട്ടിക്കൽ സക്കറിയ നബിക്ക് സന്താനത്തെ കൊടുത്തത് ദൈത്തിക്കൽ സലഫി പ്രസ്ഥാന സമുദായത്തിൽ ചൊല്ലിയത് ഞങ്ങൾക്ക് ഞങ്ങളെ വിവാഹത്തില് മങ്ങിലായിട്ട് മക്കളില്ലാണ്ടെങ്കിൽ ആ മക്കളെ തണ്ടാവും അല്ലാഹു അല്ലാണ്ട് വേറെ ഒരു മഖ്ലൂഖും സാധ്യമല്ല സാധ്യമുണ്ട് സഹോദരന്മാരെ അല്ലാഹു അല്ലാത്ത ഞങ്ങൾക്ക് മക്കളെ തരണു സാധ്യമുണ്ടാ ഇല്ലല്ലേ അല്ലാഹു അല്ല ഞങ്ങൾക്ക് സന്താനം തന്നെ ഇന്നൊരു നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആർന്നല്ലേ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ അല്ലാഹു എനിക്ക് സ്വാലിഹായ സന്താനത്തെ നീ തരണേ അല്ലാഹ് ആട്ടിക്ക് കേട്ട് ഇബ്രാഹിം നബി മക്കക്ക് വേണ്ടിയിട്ട് കൊടുത്തില്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു കൊടുത്തില്ല ഇസ്മായിൽ നബിയുടെ സ്വാലിഹായ സന്താനത്തെ അല്ലാഹു കൊടുത്തില്ലേ ഇന്ന് ഞങ്ങളെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ കടന്നു പറ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസം അനുഭവിച്ചിട്ടില്ലേ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ലേ ഇതാ നോമ്പ് പറഞ്ഞു ആ നോമ്പിൽ പോനേലാമത്തെ നോമ്പിലല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ബദർ യുദ്ധ ആ ബദർ യുദ്ധം നടന്നത് അല്ലേ ഇന്ത്യ ഏതുക്കും ചില സഹോദരന്മാർ ഞങ്ങളെ ബദരീങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തുറോರು ഞങ്ങൾക്ക് എല്ലാ കാവലും ബദരീങ്ങായി ചൊന്തു ബദർമാലയിൽ പാടുന്നത് ഞങ്ങൾക്ക് കാണുകിട്ട് എന്നെങ്കിലും മനസ്സിലാക്കണോ ആറൈറ്റിക്കര് ബദരീങ്ങ ചൊന്നെങ്കിൽ 300 ചില്ലറ ബദരീങ്ങ ചൊന്നെങ്കിൽ ആറ് ഞങ്ങൾക്കൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളെ നടുവിൽ നടന്ന ഒന്നാമത്തെ ഒരു യുദ്ധ ഇത്തിക്കർ ബദർ യുദ്ധ ചൊല്ലിയത്
അല്ലേ? ആ ബദർ ബദർ ചൊല്ല പക്കത്തില് രണ്ട് കൂട്ടരും മൂന്നോൽ തണ്ടി എത്തിയോറും ഒരു സൈഡ് അബൂജഹലും അവന്റെ കൂട്ട ആൾമാർ, ಇನ್ನೊಂದು ಸೈಡ್ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 300 ചില്ലറ സ്വഹാബത്ത്. ആ അണ്ടത്തെ മുന്നോൽ തന്റെ ജാവു അബൂജഹലും അവന്റെ കൂട്ട ആൾമാർ കൊസിപ്പട്ടോർ. കാരണം നാളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ അവസാന ഇത്തിക്കറ് ഈ ഇസ്ലാം ദീന്റെ ഞങ്ങൾ പൊലിക്കുക ഇതിന് തീർത്തു വിട്ടൊരു നാളെത്തിക്കറ്. കാരണം ഈ 300 ചില്ലറ ആൾമാർ കൂടെ യുദ്ധ സാമഗ്രി ഇല്ല, യുദ്ധ ഗൊന്തുള്ള ആൾമാരും ഇല്ല. എന്നെങ്കിലും അവിടെ ആയിരക്കണക്കിന് ആൾമാർ യുദ്ധ പരിണിതിയുള്ള ആൾമാരുള്ളവരും അങ്ങനത്തെ ആയുധ സാമഗ്രികളുണ്ട്. എന്നെങ്കിലും അബൂജഹലും കൂട്ടർ അണ്ടത്തെ ജാവുൽ അങ്ങ് കൊസിപ്പെട്ടു. ഇപ്പുറത്ത് നോക്കിയെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 300 ചില്ലറ സ്വഹാബത്ത് അല്ലാഹുട്ടിಗೆ പ്രാർത്ഥനയിലും ദിക്റിലും ദുആത്തലൈറ്റുന്നവരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാവു നോക്കുമ്പോ റസൂലുള്ളാഹി ഉള്ള ആ ടെന്റില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണില്ല. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തേടിയോ പോണ്ടു. നോക്കുമ്പോ ഒരു മരത്തെ കീഴിൽ ആ ഒരു മരത്തെ ആ അടിഭാഗത്തില് ഒരു ബുൽപ്പ് കേക്കറ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആര് കൊണ്ടുണ്ട മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുട്ടിಗೆ ദുആർന്നുണ്ട്. കണ്ണിൽ തന്നിട്ടിട്ട് അല്ലാഹുട്ടി ദുആർന്നുണ്ട്. അല്ലാഹുവേ നന്റെ കൂടെ വന്ന ആൾമാർ അങ്കിടോഗ് വസ്ത്രം ഇല്ല അല്ലാഹുവേ, അങ്കിടോഗ് ചൊറുപ്പില്ല അല്ലാഹുവേ, അങ്ങ് പാവപ്പെട്ടെങ്കിൽ അല്ലാഹുവേ, അല്ലാഹു ഈ ചെറിയ സംഘത്തെ എന്തായെങ്കിൽ നിന്നെ നശിപ്പാട്ടുണ്ടായെങ്കിൽ നിന്നെ മാത്രമേ പിടിച്ച് ആരാധിക്കുക ഒരാളും കൂടെ ഉണ്ടാവില്ല അല്ലാഹു ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊന്തു മൈ നബിയെ നിങ്ങൾ അല്ലാഹു നിങ്ങളെ കൈവിടല്ല നബിയെ ചൊന്തു അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാധാനിച്ചത് ഖുർആൻ ചൊല്ലി ഞങ്ങളെ വിഷയത്തില് ഇത് തസ്തഗീസൂന റബ്ബഹു ഇത് തസ്തഗീസൂന റബ്ബക്കും അങ്ങനെ അല്ലാഹുട്ടിಗೆ ഇസ്തിഗാസ ആക്കിയോರು. ആരിട്ടിಗೆ അങ്ങ് സഹായിക്കട്ടെ? അല്ലാഹുട്ടിക്കേട്ടെ, റബ്ബുട്ടിക്കേട്ടെ അങ്ങ് സഹായ. അല്ലാഹു അങ്ങനെ രക്ഷപ്പെടുത്തിയ 300 ചില്ലറ ആ സ്വഹാബത്ത് അതിൽ ഗന്തിയോർ മുശ്രിക്കീങ്ങൾ സോത്തുപോയോർ ആരങ്ക് സഹായിച്ചേ? അല്ലാഹു. ആട്ടിക്കേറ്റിക്ക് അങ്ങ് സഹായിക്കേട്ടെ, അല്ലാഹുട്ടിಗೆ എത്തിക്കരുത്. എന്നെങ്കിലും മുഹമ്മദ് മുസ്തഫ ആ 300 ചില്ലറ ബദരീങ്ങ ആ ബദരീങ്ങളെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എതിരുണ്ടു. അള്ളാന്റെ റസൂലേ ഞങ്ങൾ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കാണ്ടില്ലേ, ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് പണ്ടത് കാണ്ടില്ലേ, ഞങ്ങളെ നിങ്ങൾ ഒന്ന് സഹായിക്കണേ റസൂലെ ചൊന്തു ഒരു സ്വഹാബി ചൊന്നതുണ്ട്. അവിടെ ഹയാത്തിലില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വഫാത്തായിട്ട് പോയിടാ ഇല്ല, ഹയാത്തിലുണ്ടോ. എന്നെങ്കിലും ഏതെങ്കിലും ആ സ്വഹാബത്തിൽ പെട്ട് ഏതെങ്കിലും ഒരു സ്വഹാബി അള്ളാന്റെ റസൂലെ ഞങ്ങൾ കഷ്ടപ്പെട്ടത് ഞങ്ങൾ ബുദ്ധിമുട്ട് പണ്ടത് നബിയെ നിങ്ങൾക്ക് കാണില്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് സഹായാക്കില്ലേട്ട് അല്ല ഇത് തസ്തഗീസൂന റബ്ബക്കും അങ്ങ് അല്ലാഹുട്ടിಗೆ സഹായിക്കട്ടോ. കാരണം അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി കൊടുത്തത് അങ്ങനെ എത്തിക്കുന്നു, അള്ളാന്റെ റസൂൽ പടിപ്പാട്ടി കൊടുത്തത് അങ്ങനെ എത്തിക്കരുത്. സഹോദരന്മാരെ ഈ മേൽ ചൊന്ന എല്ലാ വിഷയ 3 നബിമാരതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തെ ഒരു ചെറിയ ഭാഗത്ത് ചൊന്നതും അങ്ങനെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ അങ്ങ് ആർത്തികൈത്തിക്കര് പ്രാർത്ഥിച്ചേ. അതാണ് ചൊന്നത്. ഫസ്റ്റ് ചൊന്നേ ഞങ്ങൾ എല്ലാ ഇബാദത്തും അല്ലാഹു ഞങ്ങൾ സമർപ്പിച്ചോണ്ടുള്ള എന്നെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോ പ്രയാസത്തെ വരുമ്പോ ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആൾമാരെ മുന്നിൽ പോയിട്ട് അങ്ങോട്ടേക്ക് സഹായിക്കേട്ടുള്ള ഒരു കബറിലോ ആ കബറിൽ ഒരു മഹാൻ ചൊന്തുള്ള വ്യക്തി ആ മഹാന്റെ മുട്ട പോയിട്ട് സഹായിക്കേട്ടുള്ള എത്ര വലിയ അപകടം എത്തിക്കരു. അപ്പൊ ചൊല്ലോറോ സലഫി എനിക്ക് കബറ് സിയാറത്തില്ല, അങ്ങ് കബറ് സിയാറത്തില്ല. സഹോദരന്മാരെ ആരാ ചൊന്നത് കബറ് സിയാറത്തില്ല? കബർ സിയാറത്തുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നര് അത് സുന്നത്തൈത്തിക്കര് ಅದಕ್ಕೆ പ്രതിഫലമുണ്ട്. എന്തായിട്ട് കബർ സിയാറത്ത് ചൊന്നെങ്കിൽ അതിലൂടെ എന്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തേണ്ടത് അല്ലേ? എത്ര മുസ്ലിമീങ്ങളെ മറമാടിയ കബർസ്ഥാൻ ഇല്ലേ? ആ കബർസ്ഥാൻ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവിടെ കടന്നു പോന്നു. എന്നിട്ട് ആ കടന്നു പോകുമ്പോ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ ഫഇന്നഹാ തുദക്കിറുൽ മൗത അവിടെ പരലോകത്തെ നെനപ്പാവണം, മരണത്തെ നെനപ്പാവണം അല്ലേ? ഞങ്ങളെ പള്ളിയുടെ പേരോ കബർസ്ഥാനേക്കര് എത്ര മുസ്ലിമീങ്ങൾ അതിൽ മറമാടിട്ടിക്കര്. ചിലപ്പോ അതിൽ അബ്ബമാർ ഞങ്ങൾ അബ്ബമാരിക്കോරු ഉമ്മമാരിക്കോരു സഹോദര
സഹോദര സഹോദരിമാരിക്കോරු ചെങ്ങായിമാരിക്കോരു ആരടി മണ്ണിലങ്ങ വരങ്ങിട്ടുള്ളോരു ആ ഖബർ സ്ഥാനത്തേക്ക് പോയിട്ട് അവിടെ നിന്നിട്ടാകുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ടേ നിങ്ങൾക്ക് അവിടെ പരലോകത്തെ ഓർമ്മ പണ്ട് ആ ഖബറൊക്കെ കാണുമ്പോ ഇതാ ഇന്നല്ല നാളെ നന്റെ റബ്ബ് നാനും ഇതേപോലെ ബന്ധൂടെ ഉറങ്ങണവനായിട്ടിരിക്കിற മരണത്തെ നെനപ്പാടും ഞാൻ എങ്ങനെ ജീവിച്ചെങ്കും എത്ര വലിയ ജീവന നയിച്ചെങ്കും സാന്ത ഇങ്ങ വരഞ്ഞ പോലെമേ നക്കും ഒരാളല്ല ഒരാൾ ഈ കബറുക്ക് വന്ന് ഉറങ്ങുകൊണ്ടു ആ മരണത്തെ നക്ക് നെനപ്പാക്കരുത് അതേപോലെ പരലോകത്തെ നെനപ്പാക്കരുത് ഊടൽ നിന്ന് അല്ലാഹു ഞങ്ങളെ കബറിനെ ഉയർത്തിട്ട് ഞങ്ങളെ കൊണ്ടുപോകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കയറ്റിക്കരുത് പിന്നമാ അങ്ക് ബേനായിട്ട് അല്ലാഹുട്ടിക്ക് പ്രാർത്ഥിക്കരുത് ആർക്ക് ബേനായിട്ട് ആ കബറിലു ഉള്ള ആൽമാർ അത് ആറ് ബേനും കാവട്ടെ അങ്ക് ബേൻ അല്ലാഹുവേ ഒരു മോനും അബ്ബടെ കബറിന് മുന്നിൽ പോയിട്ട് അല്ലാഹു ഇതിൽ എൻ്റെ അബ്ബ എത്തിക്കരുത് തന്റെ അബ്ബടെ കബർ നീ വിശാലമാക്കി കൊടുക്കാൻ അല്ലാഹുവേ അയലേക്ക് നീ പുറത്തു കൊടുക്കാൻ അല്ലാഹുവേ അല്ലാഹു ഇത് എൻ്റെ ഉമ്മയുടെ കബർ എത്തിക്കരുത് നക്ക് ബേനായിട്ട് ജീവിതകാലം പ്രയാസത്തെ സഹിച്ചിട്ടുള്ള ഉമ്മ എത്തിക്കരുത് ആ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കാൻ അല്ലാഹുവേ അയ്മയുടെ കബർ നീ വിശാലമാക്കി കൊടുക്കാൻ അല്ലാഹുവേ അയ്മയുടെ ഞങ്ങളെ നീ സ്വർഗത്ത് കയർത്തണ അല്ലാഹുവേ അങ്ങനെ അല്ലാഹു ഒട്ടിಗೆ അങ്ക് ബേനായിട്ട് ദ്വാർക്കൂ ഇതായിട്ടിക്കരുത് കബർ സിയാറത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ടേ ഇത് ഞങ്ങൾ ആക്കുന്നു ചൊല്ലങ്ങൈറ്റിക്കൽ സലഫിങ്ങ ಅದಕ್ಕೆ ಪ್ರತಿಫಲ ಉಂಡು ചൊല്ലങ്ങൈറ്റിക്കൽ സലഫിങ്ങ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കബറു സിയാർ ചൊല്ലു പേര് അറിയൽപ്പെട്ടത് എന്തിനായിട്ടിക്ക് സഹോദരന്മാരെ എന്തിനായിട്ടിക്ക് നിങ്ങൾ നോക്കൂ ഒരു കബറെ ഉയർത്തി കെട്ടിട്ട് അതിൽ ഒരു മഹാനുണ്ട് ചൊന്തറിയപ്പെട്ട് ആൾമാരെല്ലാം അവിടെ കടന്നു പോയിട്ട് അയാൾക്ക് വേനായിട്ട് അല്ലാഹു ഇത് ഓർക്കണമാ അല്ല അയാൾ മഹാനുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ഇത് ഓർക്കണോ പോയിട്ട് ഒരു അഗത്യമില്ല ബദലായിട്ട് തങ്ങളുടെ ജീവിതത്തെ 100 കൂട്ട ആവശ്യങ്ങളെ ആ കബറിന്റെ ഉൾക്കുള്ള ആളിന്റെ പോയിട്ട് സഹായിക്കുമ്പോ ഇസ്തിഗാസാക്കുമ്പോ സഹോദരന്മാരെ അതൊക്കെ ചൊന്നെ ഈ നബിമാർ ആ റസൂൽമാർ അങ്ങനെ ജീവിതത്തിന്റെ പ്രയാസം അനുഭവിക്കുമ്പോ ആട്ടുകയറ്റിക്ക് അങ്ങ് പറഞ്ഞ് അള്ളാഹുട്ടിക്ക് എത്തിക്കുന്നത് ഞങ്ങൾ അള്ളാഹുട്ടി ഇത് ഓർക്കണ്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചൊല്ലുല്ലേ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അല്ലാഹുടെ വിട്ടിട്ട് അങ്ങ് ആരൊട്ടിಗೆ പ്രാർത്ഥിച്ചോണ്ടുള്ളോരാ അങ്ങ് സൃഷ്ടിക്കൽപ്പെട്ടങ്ങ അങ്ങ് ഒന്നിനും സൃഷ്ടിയാക്കിയിട്ടില്ല അങ്ങ് സൃഷ്ടിക്കൽപ്പെട്ടങ്ങ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ അംവാതുൻ അങ്ങ് മരിച്ചു പോയങ്ങ എത്ര വലിയ മഹാനാവട്ടെ അങ്ങ് മരണപ്പെട്ടു പോയങ്ങ എന്തിനായിട്ടിങ്ങനെ മരിപ്പു ചെന്നെങ്കിൽ ഹയാത്ര കാലത്തിലുള്ള സാമർത്ഥ്യം നഷ്ടപ്പെട്ടു പോകേണ്ട ചൊല്ല മരിപ്പു ചൊന്തു ഹയാത്ര കാലത്ത് നമുക്ക് സാമರ್ಥ್ಯ ഉണ്ട് ಅಂದ್ರೆ ಎಂಚಿನಿಕ್ಕೋಗುം നടക്കോകും അപ്പറിപ്പറ പോണും ഈ സാമർത്ഥ്യം എല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ട ചൊല്ല ಅಂದ್ರೆ മരണമായിത്തിക്കരുത് മരിച്ചാൽ പിന്നെ ഞങ്ങളെ ഒരു ബെർലിങ്ങനെ പന്ത് പാട്ടും ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല അതൊക്കെ ചൊല്ല മരണം ചൊല്ല അല്ല ചൊല്ലേ അംവാതുൻ നിങ്ങൾ ആട്ടുകൊക്കെ പ്രാർത്ഥിച്ചോണ്ടുള്ളറാ അങ്ങ് മരണപ്പെട്ടു പോയങ്ങ ഗൈറു അഹ്യായി അങ്ങ് ഹയാത്തുല്ലങ്ങ അല്ല വമാ യസ്ഉറൂന അയ്യാന യുബഅസൂൻ എപ്പൈത്തിക്ക് ഞങ്ങളെ ഉയർത്തൽപ്പെട്ടു ചൊന്തങ്ങ് കൊന്തില്ല അങ്ങൾട്ടിക്ക് പോയിട്ട് ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങൾ സങ്കടത്തെ ഏലാകാശത്തെ മേൽ അരസര മേല് നന്റെ മനസ്സിൽ എന്തൊരു ഉണ്ട് നിങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊള്ള രഹസ്യത്തെയും കണ്ണിടെ കട്ടുനോട്ടത്തെയും അറിയിടവനായിട്ടിരിക്കുന്ന അല്ലാഹു ആ അല്ലാഹുട്ടിക്ക് കേൾക്കൂറുണ്ടായിട്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനം ചൊല്ലേ ഇത് പുതിയവാദമാ സഹോദരന്മാരെ ഇത് നൂതനവാദമാ സഹോദരന്മാരെ എന്നെങ്കിലും ഞങ്ങൾ ഇത് പുതിയത് ചൊല്ലണ്ടെങ്കിൽ ഈ മേൽ ചൊന്ന ആയത്തും ഉണ്ടല്ലേ ഇത് അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തല്ലേ ನಾನು ಸೂರತ್ರ ಪೇರು ಚೊನ್ನೆ ಆ ಸೂರತ್ರ ಏದ ಆಯತುಲ್ಲ ಚೊನ್ನೆ ಎನ್ನಂಟಾಂಗಿ ಎಂದು ಗೈತಿಕ್ರ ಸೂರತ್ರ ಪೇರು ಸೂರತ್ರ ಆಯತು ನಮ್ಮ ಚೊನ್ನೆ ಅದಲ್ಲ അവിടെ ഖുർആനുള്ള ആയത്ത് അതേ ഐത്തിക്ര സലഫിങ്ങ ചൊല്ലാൽ മട്ടിಗೆ പുതിയതായിട്ട് ഒന്നും ചൊല്ലുകില്ല ഞങ്ങൾ പുതിയതായിട്ട് ഒന്നും ചൊല്ലുകില്ല സഹോദരന്മാരെ എൻ്റെ ടൈം തീന്ത് അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിച്ച നിസ്കാര മുസ്ലിമികൾ നല്ല പോലെ മനസ്സിലാക്കണം ഞങ്ങൾ നിസ്കരിക്കറ ഞങ്ങൾ നോമ്പ് നോക്കറ സ്വതക്ക കൊടുക്കറ സകാത്ത് കൊടുക്കറ എല്ലാ നംതൊല്ല ഇബാദത്തിങ്ങ സൽക്കരമ ഞങ്ങൾ നിർവഹിക്കറ ഇത് ഒക്കെ അള്ളാന്റെ പക്കൽ സ്വീകരിക്കപ്പെടാത്ത ഒരു നേരം ഒരു വിഷയത്തിക്ക് ശിർക്ക് ചൊല്ലിയത് നാളെ അള്ളാഹുടെ മുന്നിൽ എല്ലാ ഇബാദത്തെ എടുത്തിട്ട് റബ്ബുടെ മുന്നിൽ പോയിട്ട് നിൽക്കുമ്പോ നന്റെ അല്ല നന്റെ അടുത്ത് എല്ലാ ഇബാദത്തിൽ സ്വീകരിക്കണ്ടാകുമ്പോ എന്താവും നമുക്ക് സഹോദരന്മാരെ
ಅದಕ್ಕೆ ಚೊಲ್ಲಿ ಶಿರ್ಕ್ ಇನ್ನ ಶಿರ್ಕ ಲದುಲ್ಮುನ್ ಅದೀಮ್ ಶಿರ್ಕೈತೆಗೆ ഏറ്റവും വലിയ അക്രമ ചൊന്ത ഖുർആൻ അതിലെ ജാഗ്രത കൊന മുസ്ലിമീങ്ങളെ നിസ്കാര ബാത്തിലാവുടെ കാര്യത്തിനങ്ങ പഠിച്ച നോമ്പ് ബാത്തിലാവുടെ കാര്യത്തിനങ്ങ പഠിച്ച പഠിക്കണു ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാവുടെ കാര്യത്തെ എത്രനങ്ങ പഠിച്ച അത് പഠിക്കണു മുസ്ലിം ഉമ്മത്ത് ഒന്നാമത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധന ഞാൻ സാക്ഷ്യ വഹിಸಿರೆ അല്ലാഹു അല്ലാണ്ട് ആരാധനക്ക് അർഹനായിട്ട് ആരും ഇല്ല ചൊന്തു ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാവുടെ വിഷയം എത്രനങ്ങ പഠിച്ച എത്ര ഉമ്മത്ത് പഠിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കൊണ്ടു നാളെ കബൂറിൽ പോയിട്ട് ഒർത്തനായിട്ട് പറഞ്ഞേ അവിടെ ഏത് പാർട്ടി ഏത് ഗ്രൂപ്പ് എന്തും ഇല്ല ബദലായിട്ട് ഞാൻ നാളെ ആ കബൂറിൽ പോയിട്ട് വറങ്ങുമ്പോ ഒന്നാമത്തെ ചോദ്യമായിട്ട് കേൾക്കരേ ആരേറ്റിക്ക് നിന്റെ റബ്ബുണ്ട് കേൾക്കരേ ആരേറ്റിക്ക് നിന്റെ റബ്ബു അതിക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാണ്ടെങ്കിൽ അള്ളാഹുനെ കുറിച്ചിട്ട് പഠിക്കണം റബ്ബിനെ കുറിച്ചിട്ട് ഞങ്ങൾ പഠിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.